രാമു ഇന്ദുവിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു 20 വർഷം കഴിഞ്ഞു. ഇന്ദുവിന്റെ പരിഭവങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. എന്നെ രാമുവേട്ടൻ ഒന്ന് നോക്കുന്നില്ല, കൂടെ ഇരുന്ന് സംസാരിക്കുന്നില്ല, ഒന്ന് പരിഗണിക്കുന്നില്ല, എവിടെയും കൊണ്ടുപോകുന്നില്ല, പുറത്തു കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തരുന്നില്ല, ഒരു യാത്ര കൊണ്ടുപോകുന്നില്ല, ഒന്ന് ഇരുന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല, സ്നേഹവാക്കുകൾ പറയുന്നില്ല. ഇതൊക്കെ പരിഭവങ്ങളിൽ പെടുന്നു. ഇങ്ങനെ പരിഭവങ്ങൾ നീണ്ടു നീണ്ടു പോവുകയാണ്. ഒരിക്കൽ രാമനും ഇന്ദുവും കൂടി പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. അങ്ങനെ നടക്കുന്ന സമയത്ത് രാമൻ മുന്നിൽ നടക്കുകയാണ്, നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഇന്ദു പിറകെ വരികയാണ്. അങ്ങനെ ഇരിക്കെ ഇന്ദുവിന്റെ കാലിൽ ഒരു മുള്ളു തറച്ചു. അപ്പൊ അത് എടുക്കാനായിട്ട് ഇന്ദുവിന് പറ്റുന്നില്ല. കുറെ ശ്രമിച്ചു നോക്കി, പക്ഷെ ആ മുള്ള എടുക്കാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. അങ്ങനെ അവൾ അവിടെ നിന്നു. അപ്പൊ രാമു കുറെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഭാര്യയെ കാണാനായിട്ട് തിരിച്ചു വീണ്ടും ഒറ്റ അടുത്ത് എത്തി ചോദിച്ചു, ഇത് എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എത്ര സമയമായി മുന്നോട്ട് വരാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇന്ദു പറഞ്ഞു, എന്റെ കാലിലൊരു മുള്ളു തറച്ചു, അതൊന്ന് ഏട്ടൻ എടുത്തു തരാമോ എന്ന്. അപ്പൊ രാമു പറഞ്ഞു, അത് അങ്ങോട്ട് എടുത്തേ, അത് കൊണ്ടിട്ട് അങ്ങോട്ട് എടുത്ത് കളയാനേ ഉള്ളൂ, എന്റെ കൂടെ അങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു രാമു അങ്ങോട്ട് മുന്നോട്ട് നടന്നു. അവൾ എങ്ങനെയോ പ്രയാസപ്പെട്ട് ആ മുള്ളിനെ എടുത്തു മാറ്റി. അതിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു, കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. എങ്ങനെയോ പതുക്കെ നടന്ന് അയാളുടെ അടുത്തെത്തി. ഇന്ദുവിന്റെയും രാമുവിന്റെയും വിവാഹം പ്രണയ വിവാഹമായിരുന്നു. അവരൊന്ന് സ്നേഹിച്ച് നടന്നിരുന്ന സമയത്ത്, ഇതുപോലെ എവിടെയോ ഒരുമിച്ച് പോയ സമയത്ത് ഇന്ദുവിന്റെ കാലിൽ അന്ന് ഒരു മുള്ളു തറച്ചു. മുള്ളു തറച്ച സമയത്ത് രാമു ഇന്ദുവിനെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി കാലിൽ നിന്ന് മുള്ള എടുത്തു കൊടുത്തു. അതിൽ നിന്ന് വന്ന ചോരയൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത് വെള്ളം കൊണ്ടുവന്ന് കഴുകി അവിടെ നിന്നും അവിടെ കൈ പിടിച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇന്ദു ചോദിച്ചു, അന്ന് എന്റെ കാലിൽ ഇങ്ങനെ മുള്ളു തറച്ചപ്പോ ഇത്ര സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയത്, ഇന്നിപ്പോ വന്നപ്പോ ഇത്രയും വർഷമായി എന്റെ കാലിൽ ഒരു മുള്ളു തറച്ചപ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും നിനക്ക് സമയമില്ലായിരുന്നു. അയാൾ അവിടുന്ന് ദേഷ്യം പിടിച്ച് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് മുന്നിൽ അങ്ങോട്ട് നടന്നു. ഇതുപോലെ നമ്മൾ പല കുടുംബങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ ഒരു രംഗം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടന്റെയും ഉർവശി മാമിന്റെയും സിനിമയായ മിഥുനത്തിൽ. അതിലിതുപോലെയാണ് ഇവര് വിവാഹത്തിന് മുന്നേ പ്രണയിച്ച് സ്നേഹിച്ചൊക്കെ നടന്നവരായിരുന്നു. അതിനുശേഷം യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ ഭർത്താവിന് സാധിക്കാതെ വരുന്നു. അതിൽ പരിഭവവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഭാര്യയാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. അതിലും ഭർത്താവ് തന്റെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഓരോ കാര്യങ്ങൾ തുടങ്ങാനും ജോലിയുടെ കാര്യം ബിസിനസ് തുടങ്ങുന്നതിന്റെ തിരക്ക് പിടിച്ച യാത്രയിലായതുകൊണ്ടാണ് അവരോടൊന്ന് സംസാരിക്കാനും സ്നേഹവാക്കുകളൊന്നും പറയാനൊന്നും സമയം കിട്ടാഞ്ഞത്. പക്ഷെ അത് അവര് മനസ്സിലാക്കിയില്ല. അവര് മനസ്സിലാക്കാതെ അവരുടെ പരിഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ദേഷ്യം പിടിക്കുന്ന ലാലേട്ടന്റെ രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു നല്ല സിനിമയായിരുന്നു. അതിൽ ലാലേട്ടനും ഉർവശി മാമും നന്നായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് നമ്മുടെ ഇന്ദുവിന്റെയും രാമുവിന്റെയും കഥ. ജീവിതത്തിൽ രാമുവും മുന്നോട്ടുള്ള യാത്രയിൽ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെട്ട് പോവുകയാണ്. ഓരോ ബിസിനസ് തുടങ്ങേണ്ട കാര്യത്തിന് ആലോചിച്ചും അതെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ആ തിരക്കിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് മറന്നു പോകുന്നു. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ ഇതുപോലെ നമുക്ക് സമയമില്ലാതെ, നമുക്ക് ജോലിയുടെ ഭാരം മൂലം, ജോലിയുടെ തിരക്ക് മൂലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇതിനകത്തുണ്ട്. അല്ലാതെ സമയം ഉണ്ടായിട്ടും ഇതുപോലെ ശ്രദ്ധിക്കാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ പറയാനുള്ളത്, സമയം എല്ലാവർക്കും വിലയേറിയതാണ്. പക്ഷെ എന്നാലും അതിലെല്ലാം നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ കൂടെയുള്ളവരോട് കൂടി ഒപ്പം ഒന്ന് ഇരുന്ന് ഒരു വാക്ക് സംസാരിക്കാനും ഒരു സ്നേഹവാക്ക് കൊടുക്കാനും ഒന്ന് ചേർത്ത് പിടിക്കാനും ഒക്കെ എല്ലാവരും തയ്യാറാവുക. ഇങ്ങനെ അവരെ ചേർത്ത് പിടിക്കുമ്പോഴും ഒരു സ്നേഹവാക്ക് പറയുമ്പോഴും അവരുണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾക്ക് നമ്മൾ നല്ല നല്ല വാക്കുകൾ പറയുമ്പോഴും ഒക്കെ അവരിൽ നല്ല നല്ല ഹോർമോണുകൾ ഉണ്ടാവുന്നു. അത് അവരുടെ മാനസിക ആരോഗ്യത്തിന് നല്ലതാകുന്നു, ശാരീരിക ആരോഗ്യവും നല്ലതാകുന്നു. അങ്ങനെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിതം സന്തോഷമായി ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. നല്ല ഭംഗിയുണ്ട്, അല്ലെ ഉണ്ടാക്കിയ കറി നല്ലതാണ്, അതുപോലെ നീ ചെയ്ത കാര്യങ്ങൾ നന്നായിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് പരസ്പരം നമുക്ക്
പറയാനായിട്ട് നമുക്ക് മടി വേണ്ട. ഇങ്ങനെ ഒന്ന് പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയ, അതുപോലെ തന്നെ ഒന്ന് പരസ്പരം വിട്ടുകൊടുക്കാൻ ഒക്കെ തയ്യാറാവുക. ഏറ്റവും പ്രധാനമായി വേണ്ടത് അതാണ്. ഒന്ന് ക്ഷമിച്ചാൽ അത്രേ വേണ്ടൂ. ജീവിതം ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.